സഭാകൂളിന് സ്ഥലമില്ല. എല്ലാവരും അങ്ങ് പ്രാർത്ഥിക്കുക, താവേ നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, ഹല്ലേലൂയ. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ സഭാകൂളിന് സ്ഥലമില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നോട് പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിക്കണം, പിടിച്ചു വെച്ച്. ഞാൻ ചോദിച്ചാൽ ആരെ പിടിച്ചു വെക്കാനാ? ഇയാളോടെ മര്യാദയ്ക്ക് ഇരിക്കാൻ പിടിച്ചു വെച്ചു. യോഗമെല്ലാം കഴിഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ സമയം നിന്നപ്പം ഭയങ്കര പ്രാർത്ഥനയാണ്, വസ്തു തരണമെന്ന ദൈവത്തോട് മുട്ടിപ്പായിട്ട്. ഞാൻ പ്രാർത്ഥിച്ച പുള്ളിയോട് ചോദിച്ചു, എന്തും വേണ്ട സ്ഥലം ഉണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പുറത്തിരുന്ന പുള്ളി പറഞ്ഞ് 5 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അവനായിരുന്നു പ്രാർത്ഥിക്കുന്നത്, നീ തരണേന്ന്. അവൻ 5 ഏക്കറുണ്ട്. അപ്പം അടുത്തിരുന്ന പുള്ളി പറഞ്ഞു 5 ഏക്കർ ഉണ്ടെന്ന്. പുള്ളി പറഞ്ഞു ഇവന് 4.5 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. യവന്മാർ രണ്ടും കൂടെ ആ കൈ ഇറുക്കി പിടിച്ച് ഇങ്ങനെ പടലിട്ട്. ഞാൻ പറഞ്ഞടാ മഹാഭാവി, നിങ്ങളുടെ രണ്ടിൻ്റെയും കൂടെ ദശാംശം കൊടുത്താൽ സഭയ്ക്കും പിന്നെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടും കൂടെ വെക്കുമല്ലോ. 5 ഏക്കറുള്ളവൻ പഴയ പ്രമാണം അനുസരിച്ച് 50 സെന്റ് കൊടുക്കണം. പുതിയ പ്രമാണം പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾ ഉരുണ്ട് വീണ് യാകും. കാരണം പുതിയ പ്രമാണം ഓഹരി കൊടുക്കാനാ. നീ അത് പറഞ്ഞൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. അപ്പൊ പഴയ പ്രമാണം വെച്ചാന്നേ 5 ഏക്കറുള്ളവൻ 50 സെന്റ് ദൈവത്തിനാണ്, 4.5 ഏക്കറുള്ളവന് 45 സെന്റ് സ്ഥലം. അപ്പൊ തന്നെ 95 സെന്റ് സ്ഥലമായി. ഹോളും വെക്കാം, പാർസനേജും വെക്കാം, കൺവെൻഷൻ ഗ്രൗണ്ടും വെക്കാം, കാർ പാർക്കിങ്ങിനും. എവന്റെ തൊടിക്കുകയല്ല, എന്നിട്ട് കുഞ്ഞുഞ്ഞിന്റെ തൊടാൻ പ്രാർത്ഥിക്കുക വിഷയം വെച്ച്. ഒന്നാമത്തെ കാര്യം, നിന്റെ അല്ല ഈ വിളച്ചിലും പടയനെയും നിർത്തണം. നല്ലതുപോലെ വിളച്ചിലുണ്ട്. സ്തോത്രം. പിന്നെ നമ്മുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ദൂത് പറയുമ്പം ചിലരുടെ എനിക്കുള്ള ദൂതല്ല, അവനിട്ട. സ്തോത്രം. അവനിട്ടല്ല, നിനക്കിട്ട് തന്നെ ഈ ദൂത്. നീ എന്തിനാ ഉടനെ അവനെ നോക്കി വെച്ച് ഇങ്ങനെ ആക്കുന്നത്? നിന്നോടായി ദൂത് പറയുന്ന മുഴുവൻ. അപ്പൊ ഒരു കാര്യം പറയാ, ആദ്യം നമ്മുടെ കയ്യിലുള്ളത് കർത്താവിനങ്ങോട്ട് കൊടുക്കാൻ. അന്ത്രയോസും ശിഷ്യന്മാരും പറഞ്ഞു, ജനം 3 ദിവസമായി ഭക്ഷിപ്പാനൊന്നുമില്ല, ആകെ തളർന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ട് കടിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല. യേശു ചോദിച്ചു, ഒന്നുമില്ലയോ എന്ന് ചോദിച്ചു. ഒന്നുമില്ലയോ എന്ന് ചോദിച്ചപ്പം മനസ്സിലായി എന്തോ ക്ലിക്ക് ചെയ്ത് പുള്ളിക്ക്. ഉടനെ അന്ത്രയോസ് പറഞ്ഞ് 5 അപ്പവും 2 മീനും. അത് ചെറുക്കനെ കളിപ്പിച്ച് മേടിച്ചതാ. ഒരു പയ്യൻ. നമുക്ക് ഈ കളിപ്പിച്ച് മേടിക്കാൻ നല്ല വിരുദാണല്ലോ. പാവത്തങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ അവരെ കളിപ്പിക്കാൻ നല്ല വിരുദ. സ്തോത്രം. കൊച്ചു പയ്യനാ, അവനെ അങ്ങ് കളിപ്പിച്ചു. അവനെല്ലാം യേശുവിന്റെ വചനം എല്ലാം കേട്ടപ്പോൾ അവനെ അപ്പത്തിന്റെ എല്ലാം കാര്യം മറന്നുപോയി. അവനെ സ്തോത്രം പറഞ്ഞു. അപ്പൊ ഇവൻ അത് ന്യൂട്രൽ അടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, ബലപ്പെട്ടാട്ടെ ബ്രദർ, ശക്തിപ്പെട്ടാട്ടെ. പിന്നെ അങ്ങ് വന്നല്ലോ നിർത്ത്, അവൻ ശക്തിപ്പെടുക. മറ്റവനെ അടിച്ചു മാറ്റി. എന്നാ വെച്ചാൽ കൊച്ചനെ കളിപ്പിച്ചേച്ചേ, ഇതെല്ലാം മേടിച്ച് കൈ വെച്ചേച്ചേ. സ്തോത്രം. പിന്നെ ചെറുക്കനെ വചനം കേട്ടത് കൊണ്ട് അവൻ അങ്ങ് സന്തോഷിച്ചു. സ്തോത്രം. അത് നോട്ടറി മാറ്റിയച്ച യേശുവിനോട് പറഞ്ഞ് പൊതുയോഗം പിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. കർത്താവിന് മനസ്സിലായ പൊതുയോഗം പിരിച്ചു വിടുന്നു. അപ്പം എൻ്റെ അർത്ഥം പൊതുയോഗം വിട്ടോ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. കമ്മിറ്റി 12 പേര്, 12 അംഗ കമ്മിറ്റി. അപ്പം കമ്മിറ്റിക്കാർക്കായി 5 അപ്പവും 2 മീനും. കർത്താവ് ഉടനെ പറഞ്ഞ് ഇന്ന് കമ്മിറ്റിയില്ല, മൊത്തം പൊതുയോഗമാണെന്ന് പറഞ്ഞു. ഇന്ന് കമ്മിറ്റിയില്ല, മുഴുവൻ പൊതുയോഗമാണ് പറഞ്ഞു. പന്തിയായിട്ട് അങ്ങോട്ട് ഇരുത്താൻ പറഞ്ഞു. ഇരുത്തി. ഇല്ല, കമ്മിറ്റിക്കാർക്ക് വെച്ച് കഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. മനസ്സോടാണെങ്കിലും കൊടുത്ത 5 അപ്പവും 2 മീനും. അത് നമ്മുടെ പൊന്നു തമ്പുരാൻ കരത്തിലെടുത്ത് ദൈവത്തെ വാഴ്ത്തി ശിഷ്യന്മാർ കൊടുത്തഞ്ഞ് വിളമ്പിക്കോളാൻ പറഞ്ഞ് അവിടെ ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരും തിന്ന് തൃപ്തരായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്കു ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത്, ഭ്രഷ്ടരൊരയ്യായിരം ജനം 5 അപ്പത്താൽ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ കർത്താവിന്റെ കയ്യിൽ നമുക്കുള്ളതെല്ലാം അങ്ങോട്ട് കൊടുത്താൽ മതി, ദൈവം അതെല്ലാം വർദ്ധിപ്പിച്ചിഞ്ഞ് തരും. സ്തോത്രം. അതെ. അപ്പൊ ഈ വീട് ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഇവിടെ പാർത്ത് ഈ ഏരിയയിൽ വേല ചെയ്യാൻ പറഞ്ഞു. പണ്ടൊക്കെ അങ്ങനെ വിശ്വസിച്ച് പാർപ്പിക്കുകയും ചെയ്യാം, വിശ്വസിച്ച് പാർക്കുകയും ചെയ്യാം. ഈ കാലയളവിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുന്നു. എങ്കിലും വിശ്വസ്തരായ ദൈവകുഞ്ഞുങ്ങളുണ്ട്. പണ്ടൊരാളെ വിശ്വസിച്ച് പാർപ്പിച്ചു. നേരം വെളുത്ത് പോകാൻ നേരത്ത് ചോദിച്ചു, അമ്മാമ്മയെ ഷീറ്റ് മടക്കി തരണോന്ന് ചോദിച്ചു. അയ്യോ വേണ്ട എന്ന് പറഞ്ഞു. ഉടനെ അത് മടക്കി പുള്ളിയുടെ പെട്ടിയിൽ അങ്ങ് വെച്ചു. മടക്കി തരണോന്നല്ലയോ ചോദിച്ചേ?
വീട്ടുകാർ ധരിച്ചത് ധൃതി പോവുക, ഇനി അത് മടക്കി തരാനൊക്കെ സമയമെടുക്കും, അതുകൊണ്ടാണ് പറഞ്ഞ മടക്കി തരണ്ടാന്ന്. അപ്പൊ പുള്ളി ദ്വയാർത്ഥ പ്രയോഗമാണ് പറഞ്ഞത്. മടക്കി തരണ്ടല്ലോ. ഉടനെ അത് മടക്കി പുള്ളിയുടെ പെട്ടി വെച്ച് എന്നാ ആട്ടെ ഇറങ്ങട്ടെന്ന് പറഞ്ഞു. വിശ്വസിച്ച് പാർപ്പിക്കാനും ഒക്കത്തില്ല. ഇനി മറുവശം, വിശ്വസിച്ച് പാർക്കാനും ചില വീടുകളിൽ വിശ്വസിച്ച് പാർക്കാനൊക്കത്തില്ല. പുത്തീപ്പന്റെ തള്ളയെ പോലുള്ള തള്ളയാന്ന് ദോഷമൊപ്പിച്ച് വെക്കും. യോസേപ്പകത്തോട്ട് കയറിയപ്പോൾ അവള് ഒരു പിടി തുണിയാല്. പിന്നെ യോസേപ്പ് തുണി കിട്ടാ ചങ്ങ്, യോസേപ്പ് അടുത്ത് തുണി പോയെങ്കിൽ പുളിമുട്ടി ചെന്നാ തുണി കിട്ടും. ജീവിതം പോയാ ഒരു കടയിലും കിട്ടുകയാണ്. തുണി പോയാൽ 3 മീറ്റർ തുണി ചീമാട്ടി ചെന്ന് കിട്ടും. ജീവിതം പോയാൽ ഏത് ചീമാട്ടിയിലാണ് കിട്ടുന്നത്? ഒരു ചീമാട്ടിലും ജീവിതമില്ല. ജീവിതമെല്ലാം കളഞ്ഞു മുടിച്ചേച്ച് കടക്കാരോട് ജവളിക്കടക്കാരോട് ചോദിക്കുക, ജവളിക്കടക്കാരൻ തങ്കച്ചാച്ചിന് ജീവിതം തരാൻ പറഞ്ഞാൽ തങ്കച്ച പറയാം എന്റെ ജീവിതം 40 കൊല്ലം മുമ്പേ പോയി കിടക്കാം, പിന്നെ ഈ കടയുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുക. ജീവിതം കളഞ്ഞു മുടിക്കരുത്. ഒരൊറ്റ ജീവിതമേ ഉള്ളത്, യേശുവിന് വേണ്ടി ചെലവാക്കിക്കോണം. ഒരൊറ്റ ആയുസേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളത്, യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം. ഈ പുരുഷായുസിൽ നേടിയെടുത്ത ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ കണ്ടുമുട്ടിയതാ. ഈ ആയുസിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ മകൾ ഭാഗ്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ. ആരും നഷ്ടപ്പെടുത്തി കളയരുത്. യേശു ക്രിസ്തുവിന് വേണ്ടി വരെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിനെ അവിടെ താമസിച്ചു. ശിഷ്യന്മാരോടെ പാർത്ത് കർത്താവിന്റെ വേല ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ വേല ചെയ്ത് വരുന്ന അളവില് ഒരു സഹോദരി എന്നും ദൂത് പറയും പത്രോസിന്. പൗലോസ് അവിടെ പാർത്ത് കർത്താവിന്റെ വേല ചെയ്യുകയാണ്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഈ സഹോദരി ദൂത് പറയും, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട്. കറക്റ്റ് ദൂതാ. ദൈവത്തിന്റെ ദാസന്മാരുമാ രക്ഷാമാർഗം. ദൂത് കറക്റ്റാ, പക്ഷെ ആത്മാവ് വേറെയായിരുന്നു. ചിലർക്ക് ദൂത് കൃത്യമാ, പക്ഷെ ആത്മാവ്. എനിക്ക് ചില പ്രവചനക്കാരോട് ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയില്ല, കയറി നിൽക്കുമ്പോൾ പ്രവചിക്കും. അതെന്തോ ആത്മാവാന്ന. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയില്ല, കയറി നിൽക്കുമ്പോൾ അങ്ങ് ചില പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന എവിടെ നാന്നാ എനിക്കും പിടികിട്ടാത്തത്. മാതാപിതാക്കളെ അന്വേഷിക്കാത്തവരും അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവരും സഹോദരങ്ങളോടും മിണ്ടാത്തവരും അയലത്തുകാരോടും മിണ്ടാത്തവരും തമ്മി യോജിപ്പില്ലാത്തവരും ഐക്യതയില്ലാത്തവരൊന്നും ശരിയായ ദൈവാത്മാവല്ല. ആത്മാവ് വേറെയാ. സ്തോത്രം. ഞാന് വൈകിട്ട് നിങ്ങൾ വരുമല്ലോ, അല്ലയോ? ഇല്ലേ? വരും. പിന്നെ വൈകിട്ട് തരാം. പകലിപ്പം അപ്പൊ പൗലോസ് വിവേചിച്ചു, ആത്മാവ് വേറെയാ. കുറെ ദിവസം ഇങ്ങനെ ദൂതൊക്കെ പറഞ്ഞ് ഒരു ദിവസം പൗലോസ് മുഷിഞ്ഞു നോക്കി. ഇവിടെ ഭൂതം അങ്ങ് പോയി. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ നോക്കിയപ്പോഴേ ഭൂതം പോയെന്നുള്ളത്. നമ്മുടെ ഇടയിൽ ഒരു ഭൂതം വെളിപ്പെട്ട എന്ത് പരിശ്രമിച്ച അതിനെ ഒന്ന്. രാവിലെ മുതൽ തുള്ളി ഊപ്പാട് വന്ന ഭൂതവും തുള്ളി, നമ്മളും തുള്ളി, ഒരു വന്ന വെള്ളവും കുടിച്ച് പിന്നെയും വെള്ളം കൊണ്ടുവരാനാ പറയുന്നത്. കാരണം അങ്ങ് വശം കിട്ട്. അത് മുടി അടിച്ചിട്ട് തുള്ളുന്നു, മുട്ടയിലഴിഞ്ഞ് തുള്ളുന്ന ആടി ഉറയുന്നു. അപ്പൊ ചൊല്ലി ചോദിക്കും പേരെന്നാ, എവിടുന്ന് വരുന്നു, എത്ര നാളായി. പണ്ട് ഞാനൊരു യോഗ തരുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പെഷ്യലിസ്റ്റ് വന്നു. പുള്ളി ചോദിച്ചു പേരെന്താ, ഷാജി കയറി തുള്ളുക, പേരെന്തുവാ, എവിടുന്ന് വന്നു. ഞാൻ ചോദിച്ചു ഇയാളെന്നാ കല്യാണം ആലോചിക്കാൻ പോവാന്നെന്ന് ചോദിച്ചു. പേര് അഡ്രസ്സും ഒക്കെ തപ്പൻ. എടാ പിശാജ് പോഷ്ക്ക് പറയുന്നവനും അവന്റെ അപ്പനുമാണ്. അവനോട് അഡ്രസ്സ് തപ്പും, മിക്കവാറും കൃത്യം കിട്ടും. പൗലോസ് മുഷിഞ്ഞു നോക്കി, ഭൂതം പോയി. ദൈവകൃപയുള്ളവൻ നോക്കിയാ മതി, നോട്ടത്തിൽ വിടുതലുണ്ട്. അപ്പോൾ യഹോവ ഗിദെയോനെ നോക്കി, നിന്റെ ബലത്തോടെ കടന്നു പോകാൻ ഒറ്റ നോട്ടത്തിൽ ബലപ്പെട്ടു. പ്രഭാതയാമത്തിൽ യഹോവയാകുന്ന ദൈവം മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ സൈന്യത്തെ നോക്കി അവന്റെ രഥത്തിന്റെ ഓട്ടം തെറ്റി. പ്രൈസ് ദി ലോർഡ്. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, അവന്റെ നരിയാണി അന്നാരം ഉറച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞുങ്ങൾ ആത്മാവിൽ കൃപയിൽ പരിശുദ്ധാത്മ നിറവിൽ നോക്കിയാൽ മതി, അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസ് മുഷിഞ്ഞു നോക്കി, ഭൂതം പോയി. എവിടെ ഭൂതവും പോയി, അവരുടെ ലാഭവും പോയി. ഉടനെ ദൈവദാസന്മാരെ പിടിച്ചടിച്ച് ഉപദ്രവിച്ച കാരാഗൃഹത്തിൽ കൽത്തുറുങ്കിലടച്ചു. ക്ഷീണിച്ചില്ല. കൽത്തുറുങ്കിലും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇന്ന ഇടം വേണമെന്നോ, ഇന്ന സ്ഥലം വേണമെന്നോ, ഇന്ന സമയം വേണമെന്നോ, ഇന്ന ഇടത്ത് പോകണമെന്നോ, ഇന്ന സ്ഥലത്തോട്ട് തിരിയണമെന്നൊന്നുമില്ല. ചില ആൾക്കാരോട് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ പിടിച്ചു തിരിക്കും പോലെ. നമുക്ക് എവിടെ നിന്നാലും പ്രാർത്ഥന വരും. അതിപ്പം KPS മേനോടിനടുത്തിലാന്തേലും, സഭാകൂടിലാന്തേലും, വീട്ടിലാന്തേലും, മരച്ചോട്ടിലാന്തേലും, നട റോഡിലാന്തേലും, ബസ് സ്റ്റോപ്പിലാന്തേലും ദൈവകുഞ്ഞുങ്ങൾക്ക് എവിടെയും പ്രാർത്ഥിക്കാം.
അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. അന്ന് രാത്രി വിസ്തരിക്കാൻ നേരമല്ല, കാരാഗൃഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആ മക്കതോന്യക്കാര പുരുഷൻ രക്ഷയിലേക്ക് വന്നു. പ്രശ്നം വഷളായതുകൊണ്ട് ദൈവദാസന്മാരെ അവിടുന്ന് തെസ്സലോനിക്കയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പൗലോസും ശിഷ്യന്മാരും എല്ലാം കൂടെ തെസ്സലോനിക്കയിൽ വന്ന് 3 ശബത്തിൽ അവിടെ പ്രസംഗിച്ചു. പൗലോസ് വായിച്ചേ 17-ാം അധ്യായത്തിന്റെ 21 മുതൽ വായിച്ചേ. 17-ാം അധ്യായത്തിന്റെ 1 മുതൽ. എന്നാൽ 17-ന്റെ 1 മുതൽ. അവർ അംഫിപൊലീസിലും എന്തോ പോലീസാ അംഫിപൊലീസിലും അപ്പോനിയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. വലിയ പള്ളിയല്ല, കൊച്ചുപള്ളിയാ. വലിയ പള്ളിയാ പറയാറുണ്ട്, കത്തീഡ്രൽ പള്ളി. അതല്ല, ഇത് കൊച്ചുപള്ളി. പിന്നെ പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പോൾ സംസാരിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതും പ്രബോധിപ്പിക്കേണ്ടതും എല്ലാം തിരുവെഴുത്തുകളെ ആധാരമാക്കിയ. നമ്മുടെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാ. നമ്മെ വിധിക്കുന്നത് ദൈവത്തിന്റെ വചനം വെച്ചാ. ഇതിന്റെ ഒരു കോപ്പി സ്വർഗത്തിലിരിപ്പുണ്ട്. ഇത് അഴിഞ്ഞു പോകാത്ത നിത്യപ്രത്യാശയുടെ വചനമാ. ഇതെല്ലാം തിരുവെഴുത്തും ദൈവശ്വാസീയമാ. അതുകൊണ്ട് തിരുവചനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ല, തിരുവെഴുത്തുകളെ ആധാരമാക്കി സംസാരിച്ചു. അടുത്ത വാക്യം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്യം. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും. അവരിൽ ചിലരെന്ന് പറഞ്ഞാൽ യഹൂദന്മാര് കുറച്ചു പേര്. അതാ അവരെന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. യഹൂദന്മാര് കുറച്ചു പേരും ഭക്തിയുള്ള യവനന്മാരൊരു വലിയ കൂട്ടവും. മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അങ്ങനെയാണ് തെസ്സലോനിക്കയിൽ സഭയുണ്ടായത്. അങ്ങനെയാണ് പൗലോസും ശിഷ്യന്മാരും തെസ്സലോനിക്കയിൽ എത്തിയത്. അതുകൊണ്ടാണ് 1:9 ചോദിച്ചത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചെന്ന്. അതിങ്ങനെ സാധിച്ചത്. പൗലോസ് ഇവിടെ വന്ന് വചനം പ്രസംഗിച്ചു, ശക്തിയോടെ വചനം പറഞ്ഞു. ഈ പൗലോസ് വചനം പ്രസംഗിച്ചത് എങ്ങനെയാ? വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് 3 നിലയിലായിരുന്നു പ്രസംഗം. വായിച്ചേ, 5-ാം വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 1:5. എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രസംഗം? 1 തെസ്സലോനി 1:5. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും. മതി നിർത്തിക്കേ. 3 നിലയിലാണ് സൂക്ഷിച്ചത്. 1 ശക്തി, 2 പരിശുദ്ധാത്മാവ്, 3 ബഹുനിശ്ചയം. ഒരു കർത്താവിന്റെ ദാസൻ, കർത്തൃവേലക്കാരൻ, ഈ 3 നിലയിൽ വേണം ശുശ്രൂഷിക്കാൻ. 1 ശക്തി ഉണ്ടായിരിക്കണം, 2 പരിശുദ്ധാത്മ നിറവ്, 3 ബഹുനിശ്ചയം. ചിലർക്ക് ശക്തിയുണ്ട്, നിശ്ചയമില്ല. ചിലർക്ക് നിശ്ചയമുണ്ട്, ശക്തിയില്ല. സ്തോത്രം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവും. ചിലർക്ക്, ഈ ബ്രദർകാർക്ക് നിശ്ചയമുണ്ട്, ശക്തിയില്ല. ബ്രദർകാർക്ക് ശക്തിയൊന്നുമില്ല, പക്ഷെ നല്ല നിശ്ചയമുണ്ട്. നല്ല നിശ്ചയമാണ്. വചനമൊക്കെ നല്ല കൃത്യമാണ്. എള്ളു കീറി പ്രസംഗിച്ച് കളി, പക്ഷെ യാതൊരു ശക്തി. അതാ എല്ലാം ഉണങ്ങി കൊട്ട തല്ലിയിരിക്കുന്നത്. സ്തോത്രം. കാര്യം പറയുന്നത് തന്നെ. പിന്നെ നമ്മുടെ ഇടയിൽ ഒരു കുഴപ്പം, ശക്തിയാ, നിശ്ചയമില്ല. നല്ല ശക്തിയാ, ഒരു നിശ്ചയവും. തപ്പി ഊപ്പാട് വന്ന വാക്യം കാണുന്നില്ല. അതുപോരാ, ശക്തിയും വേണം, നിശ്ചയവും വേണം, പരിശുദ്ധാത്മ നിറവും വേണം. അപ്പൊ പൗലോസ് ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും കൂടെ 3 ശബത്തിൽ വചനം പ്രസംഗിച്ചു. പൗലോസ് ഇങ്ങനെ വചനം പ്രസംഗിച്ചപ്പോൾ തെസ്സലോനിക്കർ എങ്ങനെ വചനം കേട്ടത്? 6-ാം വാക്യം. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ എങ്ങനെ കേട്ടു? 6. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ദൈവകുഞ്ഞുങ്ങൾ അങ്ങനെ ആയിരിക്കണം വചനം കൈക്കൊള്ളേണ്ടത്. നമുക്കെല്ലാം കഷ്ടങ്ങളും രോഗങ്ങളും പീഡകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ദൈവസന്ധി വരുമ്പോ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നവർക്ക് ഈ വചനം കടന്നു വന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമായി. എന്റെ വായിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. രോഗശാന്തിയുടെ വചനമെന്ന് സൗഖ്യമാക്കിയ ചതിരിച്ചു വരുന്നത്. അവൾ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പിന്നെ ഈ പൗലോസ് സംസാരിച്ചപ്പോൾ സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു. ദൈവമക്കൾ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. മിക്ക സ്ഥലങ്ങളിലും കാണുമ്പോൾ ഡ്രം അടിക്കുമ്പോഴും കൈയടിക്കുമ്പോഴും ദൂത് പറയുമ്പോഴും പ്രവചിക്കുമ്പോഴും എല്ലാം ഭയങ്കര ഉണർവ്. ഇങ്ങനെ വചനം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങുന്ന കാണാം.
അതൊരു നല്ല പ്രവണതയില്ല. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവരുടെ അസുഖം എന്നാന്ന് ചോദിച്ചാൽ പാദം മുതൽ തല വരെ ദീനമാണ്, അടിതൊട്ട് മുടി വരെ ദീനം, പിന്നെ ചതവും മുറിവും പഴുപ്പും, അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞെക്കി കഴുകണം, പെയിന്റ് അടിച്ച് വിട്ടാൽ ഒക്കത്തില്ല, നല്ല ഞെക്കണം. പണ്ടൊക്കെ കരപ്പനം ചൊറിയൊക്കെ ആയിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ വേദന കൊണ്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോൾ ഡോക്ടറും നേഴ്സും കമ്പൗണ്ടറും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നോക്കും. ചില ഡോക്ടർമാർ നോക്കി വെച്ച് എത്ര ദിവസമായെന്ന് ചോദിക്കും. ഒരാഴ്ചയായി. പിന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞ് ഒത്തില്ല. പുള്ളി നേഴ്സിനെ വിളിച്ചേച്ച് പറയില്ല, ആ ഓയിൽമെൻ്റ് ഒന്ന് തൂത്തേക്കാൻ പറയും. അപ്പോൾ അവരത് കൊണ്ടുവന്ന് ചെറുതായിട്ട് തൂത്തേച്ച് വിടും. നമ്മൾ പറയും നല്ല ഡോക്ടറും നേഴ്സും തൊട്ടേയില്ല. അത് വെച്ചത് വേറെ സാധനമാണ്. ഡോക്ടർക്ക് അറിയാം നാളെ 6:45 നീ തുള്ളിക്കൊണ്ട് ഇവിടെ വരും. അത്ര സാധനമാണ് തേച്ച് വിട്ടേക്കുന്നത്. എന്തിനാണെന്നറിയാമോ? പഴുക്കാൻ വെച്ചതാ. അതാ തൊടാഞ്ഞത്. ഇപ്പൊ ഒരുമാതിരിപ്പെട്ടവരെല്ലാം പഴുക്കാൻ വെച്ചാ ചായി പോകുന്നത്, തൊടുകയല്ലോ. അപ്പൊ ഇത് തൂത്തേച്ച് വിടും, പൊക്കോളാൻ പറയും. രാത്രി ഒരു 12:30 കഴിയുമ്പോൾ വിങ്ങും. നാടൻ ഭാഷയാ. അവിടെ വന്ന് അന്നേരം നല്ല വേദനയാണ്. അന്നേരം പെട്ടെന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നും ആശുപത്രിയിലോട്ട്. എന്നെ പറയാം, അവിടേക്ക് വെളുത്തിട്ട് വെളുക്കാറാകുമ്പം ഡോക്ടർ എഴുന്നേൽക്കുന്നതിന് മുന്നേ പുള്ളിയെ വിളിക്കും. പുള്ളിക്കറിയാം വെളുപ്പിനെ ഇവിടെ വരുമെന്ന്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് കമ്പം കയറ്റി അങ്ങോട്ട് കിടത്തും. അപ്പോൾ പുള്ളി ഇങ്ങനെ തുടരുതെന്നൊക്കെ പറഞ്ഞ് കൂവുമ്പം കമ്പൗണ്ടറെ പിടിക്കാൻ പറയും. പിടിച്ച് നല്ല ഞെക്കുമ്പോ ഇങ്ങോട്ട് കുറാന്ന് പഴുപ്പ് ചാടും. ഇത് പഴുപ്പിരിക്കുന്നോണ്ടായി വിങ്ങുന്നത്. വചനം കേൾക്കുമ്പോൾ ചിലക്ക് അസ്വസ്ഥതയും വെപ്രാളവും ബൈബിളിനെ സിപ്പിട്ട് കാണിക്കേണ്ടി വാച്ച് നോക്കിയ അത് വിങ്ങുന്നുണ്ട്. എനിക്കറിയാം നിനക്ക് നല്ല വിങ്ങലുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. നിന്റെ മുഴുവൻ പഴുപ്പ് ഇന്ന് ഞാൻ ചാടിക്കും. നിന്നെ ഞെക്കി നിന്റെ സകല വിങ്ങലും ഇന്ന് ഞാൻ മാറ്റും. പ്രൈസ് ദി ലോർഡ്. അത് വൈരാഗ്യമുണ്ടായിട്ടല്ല, നിനക്ക് സുഖമാകാൻ വേണ്ടിയാ. ഇതിനകത്തെ സകല പഴുപ്പും ചാലവും ചാളി ഇറങ്ങി വരണം. ഇതിനകത്ത് ആണി മുഴുവൻ ഇറങ്ങി വരണം. നിനക്ക് സുഖമുണ്ടാകണം, സൗഖ്യമുണ്ടാകണം, ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഉറപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചില ഡോക്ടർമാരോ നേഴ്സുമാരോ കമ്പൗണ്ടറോ ഞെക്കുമ്പം ചില ഈ പരിജ്ഞാനമില്ലാത്ത ആൾക്കാർ അവരെ തെറി പറയും. പരിവുള്ളവന് ചിലപ്പോൾ അവരെ തെറി പറയും. ചില ഡോക്ടർമാരൊക്കെ അങ്ങ് കേൾക്കും. ഡോക്ടറൊക്കെ അറിയാൻ വിവരമൊന്നുമില്ല, അതുകൊണ്ടാ. സ്തോത്രം. എന്നെ അങ്ങനെയൊക്കെ തെറി പറയും. ഇനി ഉറക്കെ പറഞ്ഞില്ല, ഹൃദയത്തിലെങ്കിലും പറ. ഈ ഒടുവിലത്തെ ദിവസം അയാൾക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവും നീ തെറി പറഞ്ഞോ, നിനക്ക് വിങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിടെ നിൽക്കട്ടെ. സ്തോത്രം. എന്തായാലും കൊള്ളാം, പഴുപ്പ് മാറണം. സ്തോത്രം. കരിയണം, നിനക്ക് സുഖമുണ്ടാകണം. എൻ്റെ ഒരൊറ്റ ഉദ്ദേശമുള്ള പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ നിത്യതയെ കാണണം. ചിലപ്പം ഒരു തൊഴിയൊക്കെ തന്നെന്ന് വരും. സ്തോത്രം. കമ്പൗണ്ടറുണ്ട്, എന്നാലും ചിലപ്പോൾ ഓതറി ഒരു തൊഴിയൊക്കെ തന്ന്, എന്നാലും തൊഴി കൊണ്ടാലും തരക്കേടില്ല, നിനക്ക് സൗഖ്യമാകുമല്ലോ, അത് മതി, ദൈവത്തിന് മതി. അതെ. അപ്പൊ പൗലോസ് വചനം പ്രസംഗിച്ചപ്പോൾ ബലികഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അങ്ങനെ 3 ശബത്തിൽ അവിടെ പ്രസംഗിച്ച് പൗലോസ് അങ്ങ് പോയി. ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു, അതിങ്ങനെ സാധിച്ചത്. അടുത്ത വാക്യം വായിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ ഇങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും ദൈവദാസനെ ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ. ഈ പുരുഷായുസ് ലഭിച്ച ഏറ്റവും വലിയ പദവി സത്യദൈവത്തെ കണ്ടുമുട്ടിയതാ. ഏതാ സത്യദൈവം? മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു സത്യദൈവമാണ്, നിത്യദൈവമാണ്, ഏകദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. യേശു ക്രിസ്തുവിൽ കൂടിയല്ലാതെ മറ്റൊരുത്തർക്ക് രക്ഷയുമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ ആയുസിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പദവി ക്രിസ്തുവേശുവിനെ കണ്ടുമുട്ടിയതാണ്. ദൈവ സർവ്വവല്ലഭനാ. 4 സർവ്വത്തെയും നിയന്ത്രിക്കുന്നവനാ. 5 സർവ്വത്തെയും സൃഷ്ടിച്ചവനാ. യാക്കോബ് പറഞ്ഞിരിക്കുന്ന ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല.
ഈ ദൈവത്തിന് ഭാഷാ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോഴത്തെ ദൈവങ്ങൾക്ക് വേറെ രാജ്യത്ത് എന്ന പരിഭാഷയ്ക്ക് ആള് വേണം, ഇല്ലേ പിന്നെ ദൈവം കളിക്കാൻ ഒക്കുകയല്ല. നമ്മുടെ ദൈവം 500 വർഷവും 100 വർഷവും 1000 വർഷവും